നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ ക്രാഷ് കോഴ്സാണ്. ഇത് കേരള സിലബസ് ആൻഡ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. ഇതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വഴി സാധിക്കുന്നില്ല എങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോൺ ക്ലാസ് 12 ക്രാഷ് PCM ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നും എങ്ങനെ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വെക്ടർ ആൽജിബ്രയിലെ 7th ക്വസ്റ്റ്യൻ. കൺസിഡർ ദി വെക്ടേഴ്സ് a vector is equal to I minus 7j plus 7k, b vector is equal to 3i minus 2j plus 2k. കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമോ? a cross b കണ്ടുപിടിക്കണം, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a and b കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ a vector and b vector കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ a vector and b vector കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് a വെക്ടർ, എന്താണ് b വെക്ടർ എന്ന് കമ്പോണന്റ് ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ a ക്രോസ് b കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ. അപ്പോൾ a ക്രോസ് b എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ പ്രത്യേകത എന്താ അറിയോ? അതായത് a ഒരു വെക്ടർ ഇവിടെ തന്നിട്ടുണ്ട്, b ഒരു വെക്ടർ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇത് a വെക്ടർ, ഇത് b വെക്ടർ, അതിനുശേഷം ഇതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റ എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ a ക്രോസ് b ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ അറിയോ? മറ്റൊരു വെക്ടറിനെ കിട്ടും. ആ വെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ a വെക്ടറിനോടും b വെക്ടറിനോടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും a ക്രോസ് b എന്ന് പറയുന്നത്. അപ്പോൾ a ക്രോസ് b ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മറ്റൊരു വെക്ടറിനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ a ക്രോസ് b എന്ത് പറയുന്നത് അറിയോ? വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയും. ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ള പേര് കൂടാതെ നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് എന്നുള്ള പേര് ഉപയോഗിക്കുന്ന കാരണം നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു വെക്ടർ ആയതുകൊണ്ടാണ്. ഇനി a ക്രോസ് b കാണാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുലാസ്, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ a ക്രോസ് b ഈസ് ഈക്വൽ ടു എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് a ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് ഇൻറ്റു, ഇനി ഈ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് വെക്ടർ n ക്യാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇൻറ്റു n ക്യാപ്പ്. ഇതായിരിക്കും a ക്രോസ് ബിയുടെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും അല്ല തന്നിരിക്കുന്നത്, അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് ആണ് ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ a ക്രോസ് b ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ്, ആദ്യം നമ്മൾ i j k അത് അങ്ങോട്ട് എഴുതുക. ഡിറ്റർമിനന്റ് 3 റോ ഉണ്ട്. ഫസ്റ്റ് റോയിൽ നമ്മൾ i j k എഴുതുക. സെക്കൻഡ് എഴുതേണ്ടത് എന്താ അറിയാവോ? a വെക്ടറിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെ എഴുതണം. a വെക്ടറിന്റെ കൂടെ ഉള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? i ക്യാപ്പിന്റെ കൂടെ ഉള്ളവര്, j ക്യാപ്പിന്റെ കൂടെ ഉള്ളവര്, k ക്യാപ്പിന്റെ കൂടെ ഉള്ളവരെ സൈൻ മാറ്റമില്ലാതെ എഴുതണം കേട്ടോ. അപ്പൊ a വെക്ടറിന്റെ i ക്യാപ്പിന്റെ കൂടെ ഉള്ളത് ആരാ? 1, j ക്യാപ്പിന്റെ കൂടെ ഉള്ളത് -7, k ക്യാപ്പിന്റെ കൂടെ ഉള്ളത് +7. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത റോയിൽ നമ്മൾ എഴുതേണ്ടത് ബി വെക്ടറിന്റെ കൂടെ, ബി വെക്ടറിന്റെ ഐ ക്യാപ്പിന്റെ കൂടെ ഉള്ള ആളെ എഴുതുക, ബി വെക്ടറിന്റെ ജെ ക്യാപ്പിന്റെ കൂടെ ഉള്ള ആളെ എഴുതുക, അതിനുശേഷം അതുപോലെ തന്നെ നമ്മുടെ കെ ക്യാപ്പിന്റെ കൂടെ ഉള്ള ആളെ എഴുതി. ഇനി ഡിറ്റർമിനന്റ് കാണാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐ ക്യാപ്പ് വരുന്ന റോയും ഐ ക്യാപ്പ് വരുന്ന കോളോയും, അത് നമ്മൾ ആ രണ്ട് സാധനങ്ങൾ നമ്മൾ മറച്ചു പിടിക്കുക. ഇത് രണ്ടും മറച്ചു പിടിച്ചിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് എഴുതാൻ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐ ക്യാപ്പും ജെ ക്യാപ്പും മാറ്റി പിടിച്ചു. അതിനുശേഷം ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു, നോക്കിക്കേ, ഈ -7 ഇൻറ്റു 2 ചെയ്യണം. -7 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? -14 കിട്ടും. ഇനി അതിനുശേഷം വീണ്ടും 7 ഇൻറ്റു -2 ചെയ്യുമ്പോൾ വീണ്ടും -14 കിട്ടും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് അറിയോ? +14 എഴുതാനായിട്ട് പറ്റും. അടുത്തത് ജെ ക്യാപ്പ് എടുക്കുമ്പോൾ ജെ ക്യാപ്പ് വരുന്ന റോയും ജെ ക്യാപ്പ് വരുന്ന കോളവും നമ്മൾ ഹൈഡ് ചെയ്ത് പിടിക്കുക, അതായത് ഇതും ഇതും. അതിനുശേഷം ബാക്കിയുള്ളവരെ നോക്കണം. 1, 3, 7, 2 അത് തമ്മിൽ ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നിട്ട് പുറത്ത് ഒരു കാര്യം ഓർത്തോണം കേട്ടോ, നമ്മൾ ജെ ക്യാപ്പ് എഴുതുമ്പോൾ പുറത്ത് -ജെ ക്യാപ്പ് എന്ന് വേണം എഴുതാനായിട്ട്. ഇത് നോക്കിക്കേ, 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഇനി അതിനുശേഷം 7 ഇൻറ്റു 3 21, അത് -21 എന്ന് എഴുതുക. ലാസ്റ്റിൽ ഇനി കെ ക്യാപ്പ് വരുന്ന കോളവും റോയും ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്തതിനു ശേഷം നോക്കിക്കേ,
ഇത് കിട്ടുന്ന നമ്പേഴ്സ് 1 മൈനസ് 7 3 മൈനസ് 2 ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 ഇൻറ്റു 1. -2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -2 കിട്ടും. അതേ മൈനസ് എന്താണ്? 3 ഇൻറ്റു 7 -21 കിട്ടും. ആ മൈനസ് കൂടെ പ്ലസ് ആയി +21 നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് നമ്മളിത് ചെയ്യാൻ പോവാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -14 +14 കൂടെ 0 ആയി പോകും. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. -0 i ക്യാപ്പ് എന്നാണ് കിട്ടുന്നത്. അതിനുശേഷം നോക്കിക്കേ 2 മൈനസ് 21 -19 കിട്ടും. ആ -19 പുറത്തുള്ള മൈനസ് കൂടെ എന്തായി മാറും? +19 j ക്യാപ്പ് എന്നായി മാറും. അതിനുശേഷം നോക്കിക്കേ 21 - 2 അത് വീണ്ടും 19 ആണ്. ഓക്കെ, പ്ലസ് ആണ് വരുന്നത്. +19 k ക്യാപ്പ് എന്ന് എഴുതാനായിട്ട് പറ്റും. 0 i ക്യാപ്പ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അത് മാറ്റുക. അപ്പം A ക്രോസ് B ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 19 j ക്യാപ്പ് +19 k ക്യാപ്പ് എന്ന് കിട്ടും. ഇതാണ് A ക്രോസ് ബിയുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങളത് ചെയ്ത് നോക്കണം. തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A വെക്ടർ ആൻഡ് B വെക്ടർ. അപ്പോൾ ആ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം A ക്രോസ് B എന്ന് പറഞ്ഞ വെക്ടറിന്റെ പ്രത്യേകത എന്താ? അത് A വെക്ടറിനോടും B വെക്ടറിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. അപ്പം ഈ ഡയറക്ഷനിൽ തന്നെയുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഹൗ ടു ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഗിവൺ വെക്ടർ. അപ്പോൾ A ക്രോസ് B നമുക്കറിയാമെങ്കിൽ A ക്രോസ് B ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് A ക്രോസ് B നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന അറിയോ? യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യേണ്ടത്? A ക്രോസ് B എഴുതുക. അതിനുശേഷം A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ A വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? A വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ A ക്രോസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A ക്രോസ് B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ചെയ്താൽ മതി. ഒരു കാര്യം ഓർക്കുക, A ക്രോസ് B എന്ന് പറഞ്ഞാൽ എന്താണ്? A ക്രോസ് B എന്ന് പറഞ്ഞാൽ എയോടും ബിയോടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് A ക്രോസ് B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി A ക്രോസ് B നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B കണ്ടുപിടിക്കണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ A ക്രോസ് Bയിലെ ഓരോ കമ്പോണന്റിനെ എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് കിട്ടും 19 സ്ക്വയർ +19 സ്ക്വയർ എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? നോക്കിക്കേ, ഇവിടെ 19 j ക്യാപ്പ് 19 k ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? A ക്രോസ് B എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ A ക്രോസ് Bയിൽ 19 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 19ന്റെ സ്ക്വയർ എടുക്കുന്നു, അത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 19 എന്ന് പറഞ്ഞു കിട്ടും അല്ലേ? 2 ഇൻറ്റു 19 സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. 19 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് 19 ആയിട്ട് പുറത്ത് വരും. 2ന് നമുക്ക് തൽക്കാലം റൂട്ടിന്റെ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല, √2 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 19√2 എന്ന് കിട്ടും. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? A ക്രോസ് ബിയുടെ വാല്യൂ എന്തായിരുന്നു? A ക്രോസ് B എന്ന് പറയുന്നത് 19 j ക്യാപ്പ് +19 k ക്യാപ്പ്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ A ക്രോസ് ബിയുടെ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു 19 j ക്യാപ്പ് +19 k ക്യാപ്പ് ഹോൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B അതെന്താണ്? 19√2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ A ആൻഡ് B വെക്ടർ. അപ്പോൾ നമ്മളൊരു പാരലോഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെ B വെക്ടർ, ഇവിടെ A വെക്ടർ, ഇത് രണ്ടും അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുന്ന ഈ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഈ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഒത്തിരി ഒന്നും കഷ്ടപ്പെടേണ്ട. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹാവിങ് A വെക്ടർ ആൻഡ് B വെക്ടർ ആസ് അഡ്ജസൻറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? എന്താണെന്ന് ചോദിച്ചാൽ A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. A ക്രോസ് ബി കണ്ടുപിടിച്ച ശേഷം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഓൾറെഡി A ക്രോസ് ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ A ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 19√2 എന്ന്. അപ്പോൾ നമുക്ക് ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ യൂണിറ്റ് എഴുതുവാണ്. എന്ത് കിട്ടും? 19√2 അത്രയും സ്ക്വയർ യൂണിറ്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത് എന്താ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ A വെക്ടർ ആൻഡ് B വെക്ടർ. അപ്പോൾ നമ്മൾ പാരലോഗ്രത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ അടുത്ത ട്രയാങ്കിളിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് A വെക്ടർ, ഇത് B വെക്ടർ എന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പാരലോഗ്രം കിട്ടും. ഈ പാരലോഗ്രത്തിന്റെ ഒത്ത നടുവേ മുറിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ട്രയാങ്കിൾ കിട്ടും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാരലോഗ്രത്തിന്റെ ഏരിയ എത്രയാണോ അതിന്റെ പകുതി ഏരിയ ആയിരിക്കും എന്ത്? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ
ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ഫോർമുല ഉപയോഗിക്കാം? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതി. ഇപ്പോൾ ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണത്? 19√2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അത് ഇട്ട് കൊടുക്കുന്നു. 19√2 ഇനി 2√2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ 19/√2 അത്രയും സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോടെ? നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.